ഏറെക്കുറെ കാത്തു നിന്നൊരു വാർത്തയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ജാൻമണി അറസ്റ്റിലായിരിക്കുന്നു. മലയാളം പറയുന്നതിന്റെയൊക്കെ പോരായ്മയുടെ പ്രശ്നമാണെന്നൊക്കെയായിരുന്നു ജാൻമണിയുടെ വിശദീകരണം. എന്തായാലും കേസെടുത്തിരുന്നു, ഇപ്പോൾ അറസ്റ്റും. കഴിഞ്ഞ ജൂലൈ 26-ാം തീയതിയാണ് CJP സമരം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ് മാധ്യമ പ്രവർത്തകരെ കാണുന്നതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ അമ്മയെ വരെയും വളരെ മോശകരമായ രീതിയിൽ സംസാരിച്ച് അപമാനിച്ചത്. ഒരു വാക്ക് എനിക്ക് നല്ല കോമഡി ആയിട്ട് തോന്നി. അച്ഛൻ മരിച്ചുപോയി 1947. നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ. കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കൂ. 3 വർഷം മുന്നേ അച്ഛൻ മരിച്ചു പോയിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് എന്റെ ജനിച്ചു പറഞ്ഞില്ലേ. പിന്നെ അമ്മക്ക് കാല് വാശിന്റെ വെള്ളം കുടിക്കണം. ഈ നാട്ടൻ കാണിക്കാൻ എന്റെ ആവശ്യം. ആൾക്ക് വിവരമില്ല. എന്നിട്ട് ഹായ് ഫ്രണ്ട്സ്, ആരാ കിളവന്റെ ഫ്രണ്ട്? രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സ്. പിന്നെ ഇവിടെ തമ്പാക്കു ഇങ്ങനെ അടിക്കുന്ന തമ്പാക്കു ഉണ്ടല്ലേ, ഇങ്ങനെ കയറുന്നു. ആ തമ്പാക്കു അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ്. ആഗ്രഹം. കേരളത്തിലെ BJP പറ്റത്തില്ല, അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമില്ല. ഈ കേരളം നമ്മൾ എങ്ങനെ ഉണ്ടോ അങ്ങനെ മതി. മോദിജിക്ക്, അതായത് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അച്ഛൻ ആരാണ് എന്ന് വരെയും ചോദിച്ചു. അവന്റെ അച്ഛൻ ആരാണെന്ന് പോയി അവന്റെ അമ്മയോട് ചോദിക്കട്ടെ, അതുപോലും അറിയില്ല എന്നുള്ള വളരെ വളരെ നീചമായിട്ടുള്ള സംസാര രീതികളാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അവർ അഭിസംബോധന ചെയ്തത്. അതിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെല്ലാം BJP പരാതി ഉന്നയിച്ചിരുന്നു, യുവമോർച്ചയുടെ പരാതി ഉന്നയിച്ചിരുന്നു, പല ആളുകളും പരാതിപ്പെട്ടിരുന്നു. അങ്ങനെ ഇതാ കറക്റ്റ് 1 മാസം ആകാറായപ്പോൾ ജാൻമണി അറസ്റ്റിലായിരിക്കുകയാണ്. അറസ്റ്റിലായതും പോരാനിട്ട് ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുകയും ചെയ്തു. എന്ന് തന്നെയാണെങ്കിലും ആള് കുറച്ച് നാളായിട്ട്, അതായത് ജാൻമണി കുറച്ച് നാളായിട്ട് ഒളിവിലായിരുന്നു. പക്ഷെ നല്ല സജീവമായിട്ട് എന്തായത് സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായത്. പക്ഷെ എവിടെയാണ് എന്താണെന്ന് ആർക്കും അറിയാത്തൊരു സ്ഥിതിയിലായിരുന്നു. പക്ഷെ അങ്ങനെയാണ് ഇന്ന് അറസ്റ്റിലായിരിക്കുന്നത്. ഈ വിവരമാണ് നമ്മൾ ഇന്ന് അറിയിക്കുന്നത്. കാരണം നമുക്ക് അതീവ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു, പക്ഷെ എന്നിട്ടും അറസ്റ്റിലായിട്ടുണ്ട് എന്നതാണ് നമ്മുടെ വിവരം. മാത്രവുമല്ല, ജാൻമണി 2 ദിവസം മുമ്പ് രഞ്ജിനി ഹരിദാസുമായിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തനിക്കെതിരെ പ്രയോഗിച്ചിരിക്കുന്ന ഈ കമന്റുകളെ എല്ലാം വളരെ മോശകരമായ രീതിയിൽ അപ്പോഴും പ്രതികരിക്കുകയാണ് ജാൻമണി ചെയ്തത്. അപ്പോൾ ഇന്ത്യയുടെ നിയമത്തെയൊക്കെ വളരെ പുല്ലുവില കണക്കാക്കിയ നമ്മുടെ ജാൻമണി എന്നറിയപ്പെടുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയായ വ്യക്തിയാണ് ഇന്ന് അറസ്റ്റിലായിരിക്കുക. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും അവർ കാണിച്ച ആ ഒരു മോശം, അതായത് വളരെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെ വരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ച അവർക്ക് കർശനമായിട്ടുള്ള നടപടി എടുക്കണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അതിന്റെ ആദ്യ ഒരു ചുവടുവയ്പ്പാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സമൂഹ മാധ്യമത്തിൽ ഉൾപ്പെടെ. എന്നിട്ട് രണ്ടാമത് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് തന്നെ മാപ്പായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് മാപ്പ് പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് എനിക്ക് കുറച്ച് ഭാഷാപ്പിഴ കൊണ്ട് എനിക്ക് അങ്ങനെ മലയാളം നല്ലോണം അറിയത്തില്ല, അതിന്റെ പരിണിത ഫലമായിട്ട് സംഭവിച്ചു പോയതാണ്. ആ ഭാഷ നമ്മൾ കേട്ടാൽ അറിയാം. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിക്കാനായിട്ട് അവർ സംസാരിച്ച വാക്കുകൾ വളരെ വ്യക്തമാണ്. ഒരു നിമിഷം കൊണ്ട് അവർ പടുത്തുയർത്തിയ അവരുടെ സകല ഇമേജും തകർന്ന് തരിപ്പണമായ ദിവസമായിരുന്നു ജൂലൈ 26-ാം തീയതി. സമൂഹ മാധ്യമത്തിൽ ഇത്രയധികം സ്പ്രെഡ് ആകുമെന്നും താൻ മാപ്പ് പറയുമെന്നും ജാൻമണി സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നു. അതായത് കാലത്തിന്റെ കാവിനിധി എന്ന് പറഞ്ഞ പോലെ ആരെ എന്തും പറയാമെന്നുള്ളൊരു ചിന്ത ഇനി പെട്ടിയിലാക്കി 4ആക്കി മടക്കി വെച്ചോ എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രി അപമാനിച്ച സ്ഥിതിക്ക് അപമാനിച്ച കേസായി യുവമോർച്ച അടക്കം പല BJPയിലെ പ്രതിനിധികൾ എല്ലാവരും ഒന്നടങ്കം പല ജില്ലകളിലും പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ ഒട്ടാകെ പ്രതിഷേധം അറിയിച്ചിരിക്കുകയായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും ജാൻമണിയുടെ സപ്പോർട്ടുള്ള ആളുകൾ പോലും ജാൻമണിയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിൽ ജാൻമണിക്ക് എതിരായി മാറിയിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. എന്ത് തന്നെയാണെങ്കിലും നമുക്കൊരു പാർട്ടിയോട് വിദ്വേഷമാകാം, പാർട്ടിയുടെ നേതാക്കളോട് വിദ്വേഷമാകാം, അവരുടെ ആശയങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാതെ വരാം. പക്ഷേ എന്ന് വെച്ച് നമ്മൾ അവരെ വിമർശിക്കുമ്പോൾ അവരുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്തല്ല വിമർശിക്കേണ്ടത്, അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് അറ്റാക്ക് ചെയ്തല്ല നമ്മൾ വിമർശിക്കേണ്ടത്. നമുക്ക് വിമർശിക്കാം. എങ്ങനെ വിമർശിക്കാം? അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ആശയത്തെയും അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവിയെ പറ്റിയും അദ്ദേഹം സംസാരിക്കുന്നതിനെ പറ്റിയും അദ്ദേഹം എടുക്കുന്ന തീരുമാനത്തെ പറ്റിയും നമുക്ക് വിമർശിക്കാം. അല്ലാതെ ജാൻമണിക്ക് ഇവിടെ BJP ഇഷ്ടമല്ല, അതുകൊണ്ട് കേരളത്തിൽ വരണ്ട, എനിക്ക് ഇഷ്ടമല്ല, BJP ഇവിടെ വേണ്ട എന്ന് പറയുമ്പോൾ ജാൻമണി കൂട്ടിവെക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ പിതൃത്വത്തെ പറ്റിയാണ് ചോദിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ ഇത്ര വർഷത്തിൽ മരിച്ചതാണ്. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ ആരാണ്? അതായത് അദ്ദേഹത്തിന്റെ മാതാവ്, മരണപ്പെട്ട മാതാവിനെ വരെയും സംശയിക്കുക അല്ലെങ്കിൽ അപമാനിക്കുന്ന തരത്തിലാണ് ചെയ്തത്. ഈ അസം സ്വദേശിയായി ജാൻമണി എങ്ങനെയാണ് കേരളത്തിൽ വന്നത്?
ജാൻമണിയുടെ ആസ്തി എന്താണ്, ജാൻമണി ആരാണ് എന്നൊന്നും ആരും അന്വേഷിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ജാൻമണി ഇപ്പോൾ അറിയുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് മാത്രമാണ് നമുക്ക് അറിയുന്നത്. അസം സ്വദേശിയായിരുന്നു. അവിടെ നിക്കക്കള്ളി ഇല്ലാതെ, അതായത് ട്രാൻസ്ജെൻഡർ ആണ്, അവിടുന്ന് നിക്കക്കള്ളി ഇല്ലാതെയാണ് ജാൻമണി കേരളത്തിലേക്ക് വന്നത്. കാരണം ഇതിനു മുമ്പ് ജാൻമണി പല സ്ഥലങ്ങളിൽ പോയി നിന്നെങ്കിലും ജാൻമണിക്ക് ഷെൽട്ടർ ആയിട്ട് തോന്നിയിട്ടുള്ളത് കേരളത്തിലാവുകൊണ്ട് ജാൻമണി കേരളത്തിൽ വന്നു. ശരി, ആയിക്കോട്ടെ, കേരളം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ സ്വാഗതാർഹമായ ഒരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ ജീവിക്കുമ്പോൾ, ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ, ഇന്ത്യയിലെ പ്രധാനമന്ത്രി കുറ്റം പറഞ്ഞ് അവലപിച്ച് ജീവിക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യം. ഇനി അടുത്തതായിട്ട് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വ്യക്തിയുണ്ട്. ഇന്ത്യൻ പാർലമെന്റിനെയും ഇന്ത്യൻ ഭരണ സംവിധാനങ്ങളെയൊക്കെ അടിച്ചു പൊട്ടിക്കണം, നശിപ്പിക്കണം, തീ വെക്കണം എന്നൊക്കെ പറഞ്ഞ അലസിനെയും കൂടെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ്. CJP സമരത്തിൽ പോയി പങ്കെടുത്ത രഞ്ജിൻ ഹരിദാസിന്റെ കൂടെ നിന്നിട്ട് അവിടുന്ന് പകർച്ചവ്യാധിയായിട്ട് കിട്ടിയതാണോ എന്ന് വരെ കമന്റുകൾ വളരെ രൂക്ഷമായ ഭാഷയിലാണ് ജാൻമണിയെ ചോദ്യം ചെയ്തിരുന്നത്. പക്ഷെ അതിനെല്ലാം ഒരു ചിരിച്ച് അപമാനിക്കുന്ന തരത്തിൽ ലാഘവത്തോടെയാണ് രഞ്ജിൻ ഹരിദാസിന്റെ കൂടെ നിന്ന് മറ്റൊരു ഇന്റർവ്യൂവിൽ ജാൻമണി പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ആ ഒരു ഇന്റർവ്യൂ നടന്നത്. എന്നിട്ട് നമ്മുടെ ഇവിടുത്തെ പോലീസുകാർ ജാൻമണിയെ അറസ്റ്റ് ചെയ്തിരുന്നില്ല. എന്തൊരു വിരോധാഭാസമാണ് എന്ന് നമ്മൾ ചോദിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇന്നൊരു അറസ്റ്റ് ഉണ്ടായത്. പക്ഷേ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ടെങ്കിലും ഇനിയും അവരിങ്ങനെ പറയാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ മറ്റൊരാളും ഇങ്ങനെ സംസാരിക്കാതിരിക്കാനായിട്ട് കടുത്ത ശിക്ഷ കൊടുക്കണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മൾ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. ഇനി അങ്ങനെ ആഗ്രഹിക്കാത്തത് ഉണ്ടെങ്കിൽ അത് CJP പാർട്ടിയിലെ ആളുകൾ ചിലപ്പോൾ മാത്രമായിരിക്കും. എന്താണെങ്കിലും CJP പാർട്ടി ചേർന്നു, അല്ലെങ്കിൽ പാർട്ടിയുടെ അംഗമായി ഇനി എനിക്ക് ആരെയും എന്തും പറയാം എന്നുള്ള ഒരു അഹങ്കാരം തീർന്നു കിട്ടിയെന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം താൻ പറഞ്ഞത് തെറ്റാണെന്ന് 1 മണിക്കൂറിനുള്ളിൽ തന്നെ മാപ്പപേക്ഷയുമായിട്ട് രംഗത്ത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, മാപ്പർഹിക്കാത്ത തെറ്റ് തന്നെയാണ് നിങ്ങൾ ചെയ്തത്. കാരണം ഇന്ന് നിങ്ങളെ വെറുതെ വിട്ട നാളെ ഇതൊരു കച്ചിത്തുരുമായിട്ട്, അല്ലെങ്കിൽ ഇതില് എന്താ ഇൻസ്പയർഡ് ആയിട്ട് ഇനി പല ആളുകളും ഇത്തരത്തിൽ ആവർത്തിക്കും. അപ്പൊ ചിലപ്പോൾ ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്, നാളെ മറ്റൊരാളെ അയക്കാം. ആരെയും വ്യക്തിഗത നടത്തി അല്ലെങ്കിൽ ആരെയും പിതൃത്വത്തെ ചോദ്യം ചെയ്തല്ല നമ്മൾ ഒരു പാർട്ടിയോടുള്ള വെറുപ്പ്, വിദ്വേഷവും മാധ്യമങ്ങൾക്ക് മുന്നിലും അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിന് മുന്നിൽ തുറന്നു കാട്ടേണ്ടത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും ജാൻമണിയെ നിങ്ങൾ മാതൃകയാക്കാൻ ശ്രമിക്കരുത്. കാരണം വിമർശിക്കാം, നിങ്ങൾക്ക് മാന്യമായ ഭാഷയിൽ ആരോട് എന്തു വേണമെങ്കിലും പറയാം. പക്ഷെ നിങ്ങൾക്ക് ഒരു പരിധിയുണ്ട് അതിന്. അല്ലാതെ അവരുടെ പിതൃത്വത്തെയും അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെയും അവരുടെ ജീവിതത്തിൽ ആരൊക്കെയുണ്ട് അവരെല്ലാം വലിച്ചിഴച്ചിട്ടല്ല നിങ്ങൾ വിമർശനത്തിന് ഇടയാക്കേണ്ടത്.